ശിവഗീത 3-ാം അധ്യായത്തിൽ അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രന് വിരജാദീക്ഷയെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദീക്ഷാക്രമത്തിലേക്കാണ് നാം ഇവിടെ കടക്കുന്നത്. അഗസ്ത്യ മഹാമുനി പറഞ്ഞു, ഈ ദീക്ഷ തുടങ്ങേണ്ടത് ശുക്ലപക്ഷത്തിലെ 8-ാം ദിവസമോ അല്ലെങ്കിൽ 11-ാം ദിവസമോ അല്ലെങ്കിൽ 14-ാം ദിവസമോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ആതിര നാളിലോ ആരംഭിക്കാം. അപ്പോൾ അഗസ്ത്യ മഹാമുനി പറയുകയാണ്, ഏത് ദിവസം ഈ അനുഷ്ഠാനം തുടങ്ങാം, ഈ ദീക്ഷാക്രമം എന്നു മുതൽ ആരംഭിക്കണം എന്ന് പറയുകയാണ്. അതായത് ശുക്ലപക്ഷത്തിലെ 8-ാം ദിവസത്തിൽ ഇതാരംഭിക്കാം, അല്ലെങ്കിൽ 11-ാം ദിവസത്തിൽ, അല്ലെങ്കിൽ 14-ാം ദിവസത്തിൽ, അതുമല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച ദിവസം ആരംഭിക്കാം, അതുമല്ലെങ്കിൽ പിന്നീട് ആതിര ദിനത്തിൽ, ആതിര നാളിൽ ഇത് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ എന്ന് ആരംഭിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അനുഷ്ഠാനം ആരംഭിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഇവിടെ സവിശേഷമായി ശ്രദ്ധിക്കുന്നു എന്നോർക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇവിടെ തുടങ്ങാവുന്നതാണ് എന്നാണ് അഗസ്ത്യ മഹാമുനി പറയുന്നത്. തിങ്കളാഴ്ച ശിവൻ്റേതായ ശിവപ്രീതിക്കുള്ള ഏറ്റവും നല്ല ദിവസമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് തിങ്കളാഴ്ച. അതുകൊണ്ടാണ് പലരും തിങ്കളാഴ്ച വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. പിന്നീട് അഗസ്ത്യ മുനി രാമനോട് പറയുകയാണ്, വാമദേവനായും രുദ്രദേവനായും അറിയപ്പെടുന്ന പരമേശ്വരൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുക. പരമോന്നതനായി അറിയപ്പെടുന്ന ശിവഭഗവാൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അഗ്നിയെയും വായുവിനെയും സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ദേവന്മാരുടെ എല്ലാം ദേവനായ പരമോന്നതനായ ഭഗവാനായ വാമദേവനായ ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നീ ഈ അനുഷ്ഠാനം, ഈ സാധനാക്രമം ആരംഭിക്കുക. ഒരു തിങ്കളാഴ്ച ദിവസം, അല്ലെങ്കിൽ ആതിര നാളിൽ, അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ നിനക്ക് ഈ അനുഷ്ഠാനം ആരംഭിക്കാം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹാമുനി ആ ദീക്ഷാക്രമത്തെപ്പറ്റി വിവരിച്ചു കൊടുക്കുക. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ഭക്ഷണമൊന്നും കഴിക്കാതെ നല്ല വെള്ളവസ്ത്രം ധരിച്ച് നല്ല ചിന്തകളോടെ കൂടി ഈ വ്രതം തുടങ്ങാവുന്നതാണ്. അതിന് ആദ്യമായി അഗ്നി ജ്വലിപ്പിക്കണം. ഈ അനുഷ്ഠാനം തുടങ്ങുന്നതിന് മുമ്പ് അഗ്നി ജ്വലിപ്പിച്ചിട്ട് ആ അഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ, അതായത് നെയ്യ്, ചമത തുടങ്ങിയ ആ ഔഷധ വസ്തുക്കൾ ഈ അഗ്നിയിൽ സമർപ്പിക്കാം. മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അഗ്നിയിൽ സമർപ്പിക്കാം. പിന്നീട് അതേപോലെ തന്നെ ശ്വാസത്തെയും നിശ്വാസത്തെയും അപാനന്മാരെ ഈ അഗ്നിയിൽ ഹോമിക്കുക. അങ്ങനെ നിശ്വാസങ്ങളെ പ്രാണനിൽ ഹോമിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിയെ വരുത്തുക. എന്നിട്ട് അഗ്നിയിൽ ഈ ഔഷധ വസ്തുക്കൾ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സമർപ്പിച്ചാലും അതിനു മുമ്പ് അങ്ങ് വിശുദ്ധമായ ഭസ്മം ശരീരത്തിൽ ധരിക്കണം. പിന്നെ കൺട്രോൾ ഓഫ് സെൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ദ വൺ ഹൂ കൺട്രോൾസ് ദ സെൻസസ് ബാസ് ദ ബോഡി വിത്ത് ദ ഹോളി ആഷ് സ്ലീപ്സ് ഇൻ ദ ആഷസ് ആൻഡ് എവർ ലീവ്സ് ദ ആഷസ്. സച്ച് എ person becomes freed all kinds of sins and becomes one with Shiva. അപ്പോൾ ഭസ്മലേപനത്തിലൂടെ അയാളിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളയപ്പെടും. അദ്ദേഹം ശിവനുമായി, ധ്യാനനിരതനായിരിക്കുന്ന ഈ വ്യക്തി ശിവനുമായി അതോടെ ഐക്യം പ്രാപിക്കുന്നു. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ആ മന്ത്രദീക്ഷ നൽകുകയാണ്. അതായത് അഗസ്ത്യ മഹാമുനി പറയാണ്: ഓ രാമ, ഐ വുഡ് പ്രീച്ച് ടു യു ദ 1000 names of Lord Shiva. With the effect of these divine names, you can achieve all your dreams. അപ്പോൾ അഗസ്ത്യ മഹാമുനി ഉപദേശം കൊടുക്കുകയാണ്. 1000 നാമങ്ങൾ, ശിവൻ്റെ 1000 നാമങ്ങൾ ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ വിശുദ്ധമായ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നീ അഗ്നിയിൽ ഔഷധ വസ്തുക്കൾ ഹോമം ചെയ്യുക. അങ്ങനെ ശ്വാസത്തെയും നിശ്വാസത്തെയും അതേപോലെ അഗ്നിയിൽ ഹോമിച്ചിട്ട്, അല്ലയോ രാമ, അങ്ങ് ശിവൻ്റെ 1000 നാമങ്ങൾ ജപിക്കുക. ഓരോ നാമം ഉച്ചരിക്കുമ്പോഴും ഔഷധ വസ്തുക്കൾ അഗ്നിയിൽ സമർപ്പിക്കുക. അങ്ങനെ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അഗസ്ത്യമുനി പറയാണ്: These 1000 names of Shiva are a summary of the Vedas that can grant the devotee with the vision of Lord Shiva. എന്താണ് ഈ 1000 നാമങ്ങൾ ജപിക്കുമ്പോൾ സാധിക്കുന്നത്? ഈ 1000 നാമങ്ങളും വേദോക്തമാണ്. വേദങ്ങളിലെ നാമങ്ങളാണ് ഈ 1000 നാമങ്ങളും. ഈ 1000 നാമങ്ങൾ, ശിവൻ്റെ ഈ 1000 നാമങ്ങൾ, ശിവസഹസ്രനാമം അങ്ങ് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ ശിവൻ തീർച്ചയായിട്ടും സന്തുഷ്ടനാക്കുകയും പ്രീതനായി അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങക്ക് വരം നൽകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് ഈ ശിവനാമങ്ങൾ 1000 ഉച്ചരിക്കുക എന്നുള്ളതാണ്. അത് വേദത്തിലെ ദിവ്യമന്ത്രങ്ങളാണ്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള 1000 ദിവ്യമന്ത്രങ്ങളാണ് ശിവസഹസ്രനാമത്തിലുള്ളത്. ഈ 1000 ദിവ്യനാമങ്ങൾ, അതായത് ശിവസഹസ്രനാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അഗ്നിയെ ജ്വലിപ്പിക്കുക. എന്നിട്ട് ഈ അഗ്നിയിൽ ഓരോ മന്ത്രം, ഓരോ നാമം ചൊല്ലുമ്പോഴും ആ വിശിഷ്ട വസ്തു അഗ്നിയിൽ ഹോമിക്കുക. ഈ തരത്തിൽ ഹോമം ചെയ്ത് കഴിയുമ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ശിവൻ അങ്ങക്ക് വേണ്ട അനുഗ്രഹം നൽകുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഞ്ചപ്രാണങ്ങളെയും അതേപോലെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും അഗ്നിയിൽ സമർപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുളിച്ച് വിശുദ്ധമാക്കപ്പെട്ട് വെളുപ്പിന് എഴുന്നേറ്റ് അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ നെയ്യ് തുടങ്ങിയ ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി പാകപ്പെടുത്തി അവിടെ ആ വിശുദ്ധമായ സ്ഥലത്ത്, ആ അഗ്നി ജ്വലിപ്പിച്ച വിശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് 1000 ശിവനാമങ്ങൾ ജപിക്കുക. അതിനു മുമ്പ് നീ പഞ്ചപ്രാണങ്ങളെയും അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളെയും അഗ്നിയിൽ സമർപ്പിക്കണം. അപ്പോൾ ഈ അഗ്നിയിൽ സമർപ്പിക്കുന്ന പഞ്ചപ്രാണങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും ഒരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഈ പഞ്ചപ്രാണങ്ങളാണ് ആദ്യമായി അഗ്നിയിൽ ഹോമിക്കപ്പെടേണ്ടത്.
ആ പഞ്ചപ്രാണങ്ങളെക്കുറിച്ച് കുറച്ച് വിവരം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇത് ചിതാകാശഗീതയിലുള്ളതല്ല കേട്ടോ. മനുഷ്യ ശരീരത്തിൽ വ്യാപരിക്കുന്ന 5 തരം പ്രാണങ്ങൾ വായു, ജീവൻ, ശ്വാസം, ഊർജം എന്നീ 5 തരത്തിലുള്ള പ്രാണങ്ങളാണുള്ളത്. ഇതിനെ പ്രാണൻ എന്ന പദം കൊണ്ടാണ് വ്യവഹരിക്കുന്നത്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിവയാണ് പഞ്ചപ്രാണങ്ങൾ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ 3 അവസ്ഥകളിൽ ഒരുപോലെ പ്രവർത്തന നിരതരമായിരിക്കുന്നതാണ് പ്രാണൻ. ഇതിനെ ഇങ്ങനെ പഞ്ചപ്രാണങ്ങളിൽ മുഖ്യമായി കണക്കാക്കിയിരിക്കുന്നത് ഹൃദയത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. മുഖ്യപ്രാണങ്ങളെ കർത്തവ്യനിരതമാക്കുന്നത് പ്രാണനാണെന്ന് മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നുണ്ട്. ശ്വാസകോശങ്ങളെ ചലിപ്പിക്കുകയും ആന്തരിക വായുവിനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നത് പ്രാണനത്രേ. അപാനൻ ഗുദസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. മലമൂത്രാദികളുടെ വിസർജനം നിയന്ത്രിക്കുന്നത് അപാനനാണ്. നാഭീദേശത്ത് സ്ഥിതി ചെയ്യുന്ന സമാനൻ്റെ ധർമ്മം ഭക്ഷണവസ്തുക്കളെ ദഹിപ്പിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ഉച്ഛ്വാസ നിശ്വാസങ്ങളെ ക്രമമാക്കുന്നതിന് പ്രാണാപന്മാരെ സമന്വയിപ്പിക്കുന്നതും സമാനനാണ്. കണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉദാനൻ്റെ ധർമ്മം സംസാരശക്തി പ്രദാനം ചെയ്യും. ജീവിതാന്ത്യത്തിൽ ശരീരത്തിൽ നിന്ന് ജീവാത്മാവിനെ ബഹിർഗമിപ്പിക്കുകയുമാണ്. ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതാണ് വ്യാനൻ. കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനൊക്കുന്നത് ഈ വ്യാനവായുവിൻ്റെ സഹായത്താലാണ്. പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോയാൽ ജീവൻ നഷ്ടപ്പെടും. വ്യാനൻ ശരീരമാസകലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ വായുക്കളുടെ അംശമോ അവാന്തര വിഭാഗമോ എന്ന നിലയിൽ നാഗൻ വാഗ്ദ്വാരത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അത് കൂർമൻ കണ്ണടയ്ക്കുന്നത് പ്രവർത്തിക്കുന്നു. പിന്നെ കുകുരൻ തുടങ്ങുന്നിടത്ത് തുമ്മുന്നിടത്ത് അത് പ്രവർത്തിക്കുന്നു. ദേവദത്തൻ കോട്ടുവായിടുമ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട്. ധനഞ്ജയൻ ശരീരത്തെ എല്ലായിടത്തും പ്രവർത്തിപ്പിക്കുന്നത് ഇതാണ്. പിന്നെ ശവദാഹത്തോടുകൂടി മാത്രമേ ഈ ധനഞ്ജയ വായു പുറത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് ശരീരം ദഹിപ്പിക്കുന്നത്. ശരീരം ദഹിപ്പിക്കുമ്പോൾ മാത്രമേ, അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ ധനഞ്ജയ വായു പുറത്തേക്ക് പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ശരീരം ദഹിപ്പിക്കുന്നത്. അഗ്നിയിൽ കത്തുന്നത് വരെ ഈ വായു നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മരിച്ചു കഴിഞ്ഞാലും ധനഞ്ജയം നമ്മുടെ ശരീരത്തിലുണ്ടാകും. അത് അഗ്നിക്കിരയാകുമ്പോൾ, ശരീരം അഗ്നിക്കിരയാകുമ്പോൾ മാത്രമേ അത് ഇല്ലാതാകുകയുള്ളൂ. പിന്നെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദൃശ്യപ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പൃഥ്വി അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ആദിയിലുണ്ടായ ഓങ്കാരത്തിലെ ഗുണം വിക്ഷേപാവരണ ശക്തികളായി പിരിയുകയും അതിൽ വിക്ഷേപത്തിൽ നിന്നും ഓം ആകാശമുണ്ടാകുകയും ചെയ്തു. ആകാശത്തു നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. പൃഥ്വി തന്നെ നിത്യമെന്നും അനിത്യമെന്നും 2 തരത്തിലുണ്ട്. പരമാണു രൂപത്തിലുള്ളത് നിത്യവും കാര്യരൂപത്തിലുള്ള അനിത്യവും ആണ്. പൃഥ്വി ശരീരം, ഇന്ദ്രിയം, വിഷയം എന്നീ 3ആയി കണക്കാക്കിയിരിക്കുന്നു. ജന്തു ശരീരത്തിൽ അസ്ഥി, മാംസം, പിന്നെ
ഞരമ്പ്, ത്വക്ക്, രോമം എന്നീ നിലകളിലാണ് പൃഥ്വിയുടെ വിന്യാസം. അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥിമാംസാദികളുടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പൃഥ്വി തത്വത്തിലാണ്. ഭൂമി തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ അസ്ഥിയും മാംസവും ഞരമ്പും ത്വക്കും രോമവുമെല്ലാം. പിന്നെ ജലം, അതായത് അപ്പ്. ധർമ്മം പിണ്ഡീകരണമാണ് അതിൻ്റെ ധർമ്മം. ജന്തു ശരീരത്തിൽ ശുക്ലം, രക്തം, മൂത്രം, പിന്നെ ഉമിനീർ, വിയർപ്പ് എന്നീ നിലകളിൽ ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ജലതത്വമാണ് ശുക്ലമായും അതേപോലെ രക്തമായും മൂത്രമായും പിന്നെ ഉമിനീരായും വിയർപ്പായും വരുന്നത്. ഇതും നിത്യമെന്നും അനിത്യമെന്നും രണ്ട് വിഭാഗത്തിൽ പെടുന്നുണ്ട്. പരമാണു രൂപത്തിലുള്ളത് നിത്യവും കാര്യരൂപത്തിലുള്ളത് അനിത്യവും. പിന്നെ അഗ്നി, അതായത് തേജസ്. അഗ്നിയുടെ ധർമ്മം പചനമാണ്. ഇതിൻ്റെ ഗുണം ശബ്ദസ്പർശ രൂപങ്ങളാണ്. വിശപ്പ്, ദാഹം, ക്ഷീണം, ഉഷ്ണം, കാന്തി എന്നീ നിലകളിലാണ് മനുഷ്യ ശരീരത്തിൽ ഇത് വ്യാപരിക്കുന്നത്. നിത്യാനിത്യ രൂപങ്ങൾ ഇതിനുമുണ്ട്. ഭൂമിയുടെ അഗ്നി, ആകാശത്തിൻ്റെ അഗ്നി, ഉദരത്തിൻ്റെ അഗ്നി, ഖനിയുടെ അഗ്നി, മനുഷ്യർ ഉപയോഗിക്കുന്ന അഗ്നി എന്നിങ്ങനെ 5 തരത്തിൽ അഗ്നിയെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ അടുത്തത് വായു. വായുവിനെ അതായത് ക്രമപ്പെടുത്തുന്നതാണിത്. ധർമ്മം ഇതാണ്. പിന്നെ ശബ്ദസ്പർശ രൂപ ഗുണങ്ങളുടെ സ്വഭാവം ഇത് പ്രകടിപ്പിക്കുന്നു. ജീവികളിൽ ചലനരൂപത്തിൽ ഇത് നിലകൊള്ളുന്നു. ഇതിനും നിത്യവും അനിത്യവുമായ രൂപങ്ങളുണ്ട്. ശബ്ദാനുഗുണത്തോടു കൂടിയ ആകാശത്തിന് അവകാശദാനം, അതായത് വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാനുള്ള ഇടം നൽകുന്നത് ഇതാണ്. ഏകവും നിത്യവുമാണിത്. ആകാശത്തെ ശൂന്യമാണെന്ന് സങ്കല്പിച്ച് വേണമെങ്കിൽ ഒഴിവാക്കാം. പ്രാണങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഞ്ചശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള സാമാന്യമായ ഒരു വിവരണം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും ആദ്യം അഗ്നിയിൽ ഹോമിക്കണം. അതാണ് സാധകൻ ആദ്യം ചെയ്യേണ്ടത്. പഞ്ചപ്രാണങ്ങളെയും അതേപോലെ പഞ്ചഭൂതങ്ങളെയും അഗ്നിയിൽ ഹോമിക്കുന്നതോടെ അയാളുടെ ശരീരം പരിപൂർണ വിശുദ്ധമായി തീരും. അങ്ങനെ പ്രാണങ്ങളെല്ലാം അഗ്നിയിൽ ഹോമിക്കപ്പെടുകയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ സങ്കല്പത്തിലൂടെ അഗ്നിയിൽ ഹോമിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. അയാളുടെ ശരീരം പരിപൂർണമായി പാപവിമുക്തമാകുന്നു. അതിൻ്റെ ആരംഭം ഭസ്മലേപനത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഭസ്മലേപനത്തിലൂടെ തന്നെ അയാളുടെ പാപങ്ങളും ഒരളവോളം കഴുകിക്കളയുന്നു. ഈ അഗ്നിയിൽ ഹോമിക്കുന്നതോടെ അയാളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി അയാൾ പരിശുദ്ധനായിത്തീരും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ പരിശുദ്ധി നേടുന്നതിലൂടെ അയാൾ പരിപൂർണ മോചന സുഖം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മനസ്സിനെയും ഈ അഗ്നിയിൽ ഹോമിക്കണം. അപ്പോൾ വിരജാദീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാണങ്ങളെയും ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും അഗ്നിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ശിവൻ്റെ 1000 നാമങ്ങൾ ജപിച്ച് അഗ്നിയിൽ ഹോമിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ശിവൻ്റെ 1000 നാമങ്ങൾ, അതായത് ശിവസഹസ്രനാമം, ഇത് വേദത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ആ വേദത്തിൽ നിന്ന് എടുത്തത് ഉപമന്യുവാണ്. അതായത് കൈലാസത്തിൽ ശിവനോടൊത്ത് ജീവിക്കുന്ന മഹാമുനിയായ ഉപമന്യുവാണ് ശിവസഹസ്രനാമം വേദങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചത്. ശിവനെ നിരന്തരം ആരാധിക്കാൻ വേണ്ടിയിട്ട് കൈലാസത്തിൽ തന്നെ വസിക്കുന്ന ഉപമന്യു മുനിയാണ് ഈ ശിവസഹസ്രനാമത്തിൻ്റെ ദൃഷ്ടാവ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപമന്യുവിനെ സമീപിക്കുകയും ഈ ശിവസഹസ്രനാമം ഉപമന്യു മഹർഷി ശ്രീകൃഷ്ണന് ഉപദേശിക്കുകയും ചെയ്തത്. അങ്ങനെ ശ്രീകൃഷ്ണനാണ് ആദ്യമായി ഈ ശിവസഹസ്രനാമം ജപിച്ച് ശിവനെ പ്രീതിപ്പെടുത്തിയത്. അപ്പോൾ ശിവനെ പ്രത്യക്ഷമാക്കാൻ ഈ ശിവസഹസ്രനാമം മാത്രം മതി. ഇത് പിന്നീട് ശ്രീകൃഷ്ണൻ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തു. ധർമ്മപുത്രർക്ക് കൊടുത്ത ഉപദേശം മഹാഭാരതം അനുശാസന പർവ്വത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ശിവസഹസ്രനാമങ്ങൾ ഇന്ന് നമുക്ക് കിട്ടുന്നത് മഹാഭാരതം അനുശാസന പർവ്വത്തിൽ നിന്നാണ്. ആ അനുശാസന പർവ്വത്തിൽ കൊടുത്തിരിക്കുന്ന 1000 ശിവനാമങ്ങൾ ശ്രീരാമന് മുമ്പേ അറിയാം. പക്ഷേ അതിനെ സാധന ചെയ്ത് സിദ്ധി വരുത്തിയിട്ടില്ലെന്ന് മാത്രം. അതുകൊണ്ട് ശിവഗീതയിൽ അഗസ്ത്യ മഹാമുനി ഈ 1000 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ശ്രീരാമന് ഈ 1000 നാമങ്ങളും നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ സിദ്ധിവിശേഷങ്ങളും അതിൻ്റെ ഈ അനുഷ്ഠാനക്രമങ്ങളുമൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രന് ഈ 1000 നാമങ്ങൾ ശിവഗീതയിൽ പറഞ്ഞു കൊടുക്കാതിരുന്നത്. നമുക്ക് മഹാഭാരതം അനുശാസന പർവ്വത്തിൽ നിന്ന് ഈ ശിവൻ്റെ 1000 നാമങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം ശിവായ നമഃ.